സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് ഒരു വിലയില്ല. എന്നാൽ സീസൺ അല്ലാത്ത സമയത്തോ ഇതിന് ഭയങ്കര വിലയുമായിരുന്നു. ഇന്നത്തെ കണ്ടന്റിന് എന്തെടുക്കാം എന്ന് ആലോചിച്ചിരിക്കവെയാണ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ വിഭവത്തിന് ഞാൻ ഇതിനിടയ്ക്കുള്ള പല പ്രോസസ്സും മിസ്സിംഗ് ആണ്. കാരണം ഐഡിയ കിട്ടിയപ്പോഴേക്കും സാധനം ചട്ടിയിലായി ഇതൊന്ന് ഉടച്ചു വെക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടത് ഇതിന്റെ ചിപ്സ് ആണ്. അതിനുവേണ്ടിയും കുറച്ച് മാറ്റിയിട്ടുണ്ട്. വീഡിയോയുടെ പകുതി എത്തിയപ്പോഴാണ് ഇതിന്റെ സ്രോതസ് ഒന്ന് കാണണ്ടേ ഞങ്ങളുടെ പ്ലാവ്. എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ വീട്ടിലെ മറ്റു പലർക്കും ഏറെ പ്രിയപ്പെട്ടതാണ്. ഇപ്രാവശ്യം നിറയെ ചക്ക പിടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, ഏറ്റവും മുകൾ ഭാഗത്താണത്. അങ്ങറ്റം താഴെ വരെ, മരത്തിന്റെ താഴെ വരെ ഉണ്ട്. യാതൊരു കെമിക്കലും ചേരാതെ, പ്രത്യേകിച്ച് ഒരു വളപ്രയോഗവും ചേരാതെ നമ്മുടെ ചുറ്റുപാടും വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പല വിഭവങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം കണ്ണടച്ച് കളയും. ആളെണ്ണം കൂടുന്തോറും ആയാസം കുറഞ്ഞു കിട്ടുന്ന ഒരു പണിയാണിത്. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ ഇതുപോലൊരു മുഷിച്ചിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. വീഡിയോ ക്രമീകരണത്തിന്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ മാക്സിമം ഞാൻ കണ്ടന്റ് ശേഖരിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്ലാവിന്റെ ഏറ്റവും താഴ്ഭാഗത്തെ ചിത്രീകരണമാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ രേഖപ്പെടുത്തുക. ഒന്ന് ലൈക്ക് ബട്ടൺ കൂടെ അമർത്തുക. ഹൃദയയുടെ കമന്റ് ബോക്സ് എന്നും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും.